ഈ ലൈഫ് ആഫ്റ്റർ ലൈഫ് ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ളൊരു ധാരണ. ആഫ്റ്റർ ലൈഫ് എന്ന് നമ്മൾ സംഗതിയില്ല, ലൈഫ് മാത്രമേ ഉള്ളൂ. ലൈഫ് എന്ന് പറയുന്നത് തന്നെ മാറ്ററിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ചില മാറ്ററിനുള്ളൊരു പ്രോപ്പർട്ടിയാണ് ലൈഫ്. എന്ന് സ്വയം റിപ്പീറ്റ് ചെയ്യാൻ കഴിയും, അതിന് സ്വയം സസ്റ്റെയിൻ ചെയ്യാൻ, ഒരു ഇൻറ്റേർണൽ അറ്റ്മോസ്ഫിയർ സ്വയം സസ്റ്റെയിൻ ചെയ്യാൻ കഴിയും. പുറത്തു നിന്ന് എനർജി എടുക്കാനും സസ്റ്റെയിൻ ചെയ്യാനും മെറ്റീരിയൽസിനെ എടുത്ത് പുറത്തേക്ക് വിടാനും ഒക്കെ കഴിയുന്ന കുറേ ഗുണങ്ങൾ ചേരുമ്പോഴാണ് അതിനെ ലൈഫ് ഫോം എന്ന് നമ്മൾ വിളിക്കുന്നത്. ദർ ഇസ് നോ ആഫ്റ്റർ ലൈഫ്. പക്ഷെ മനുഷ്യർക്ക് കോംപ്ലക്സ് ബ്രെയിൻ ഉള്ളതുകൊണ്ട് നമ്മൾ വിചാരിക്കും ശരീരത്തിന് വെളിയിൽ എന്തോ ഒരു എക്സിസ്റ്റൻസ് നമുക്ക് കൊണ്ടുവരുന്നു, ആത്മാവ് എന്നൊക്കെ സങ്കല്പം അങ്ങനെയാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ ഒരു സംഗതി ഇല്ല. നിങ്ങളുടെ ബ്രെയിൻ നിന്നാൽ നിങ്ങൾ എന്ന് പറഞ്ഞ സങ്കല്പം പോലും ഇല്ല. ഒരാളെ കൊല്ലാതിരിക്കുന്നത് ഏതെങ്കിലും വിശ്വാസം അത് തെറ്റാണെന്ന് പറയുന്നതുകൊണ്ടാണോ? അല്ല, നമ്മൾ വന്നത് ഒരു എക്സ്ട്രീം മെഷറാണ്. ഒരു ജീവിയും, മനുഷ്യൻ മാത്രമല്ല, ഒരു ജീവിയും ചുമ്മാ വയലൻസിലേക്ക് പോകില്ല. കൊലപാതകം തെറ്റാണെന്ന് പറയുന്ന ആൾക്കാർ ഒന്ന് മറിച്ചാലോചിച്ചു, കൊലപാതകം തെറ്റല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എന്നെ ആരെങ്കിലും കൊല്ലും. ഓക്കെ, എനിക്കും പലരെയും കൊല്ലാൻ പറ്റും, ഓപ്ഷനുണ്ട്. പക്ഷേ എനിക്ക് കൊല്ലാൻ ആഗ്രഹമുള്ള ആളുകളുടെ എണ്ണത്തെക്കാൾ പല മടങ്ങ് ആളുകൾക്ക് എന്നെ കൊല്ലാൻ ആഗ്രഹം കാണും. ഒരു പേടിനെ സൈക്കോളജിക്കലി അല്ലെങ്കിൽ ഫാക്ച്വലി നമുക്ക് എങ്ങനെ അതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുമായിരിക്കും? നമ്മൾ പേടിക്കേണ്ടത് എന്തിന്, എന്തുകൊണ്ട് പേടിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ചെടുക്കേണ്ട കാര്യമാണ്. അപ്പോൾ അത് എങ്ങനെ മാറ്റാം? പേടി ടാക്കിൾ ചെയ്യാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, മനസ്സിലാക്കുക കാര്യങ്ങൾ. ഒരുപാട് പാരൻസ് മക്കളെ കള്ളം പറയാൻ പഠിപ്പിക്കും. അച്ഛൻ ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയും. ബേസിക്കലി കുട്ടിയെ നിങ്ങൾ കള്ളം പറയാനാണ് പ്രിൻസിപ്പിൾ. ഇപ്പോൾ KSRTC ബസ്സിൽ ടിക്കറ്റ് എടുക്കേണ്ടി വരുമ്പോൾ പ്രായം കുറച്ച് പറയാൻ കുട്ടിയെ പഠിപ്പിക്കും. അപ്പോൾ എന്നിട്ട് നമ്മൾ സ്കൂളിലും ഒക്കെ പറയുന്നത് ഒരിക്കലും കള്ളം പറയരുതെന്നാണ്. കുട്ടിക്ക് കിട്ടുന്ന പിക്ചർ എന്താണ്? കള്ളം പറയരുതെന്ന് പറയലേ ഉള്ളൂ, പറയാം. ആഫ്റ്റർ ലൈഫ് എന്ന് നമ്മൾ സംഗതിയില്ല, ലൈഫ് മാത്രമേ ഉള്ളൂ. ലൈഫ് എന്ന് പറയുന്നത് തന്നെ മാറ്ററിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ചില മാറ്ററിനുള്ളൊരു പ്രോപ്പർട്ടിയാണ് ലൈഫ്. എന്ന് സ്വയം റെപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയും, അതിന് സ്വയം സസ്റ്റെയിൻ ചെയ്യാൻ, ഒരു ഇൻറ്റേർണൽ അറ്റ്മോസ്ഫിയർ സ്വയം സസ്റ്റെയിൻ ചെയ്യാൻ കഴിയും. പുറത്തു നിന്ന് എനർജി എടുക്കാനും സസ്റ്റെയിൻ ചെയ്യാനും മെറ്റീരിയൽസിനെ എടുത്ത് പുറത്തേക്ക് വിടാനും ഒക്കെ കഴിയുന്ന കുറേ ഗുണങ്ങൾ ചേരുമ്പോഴാണ് അതിനെ ലൈഫ് ഫോം എന്ന് നമ്മൾ വിളിക്കുന്നത്. അതിന് ജീവനുള്ളതിനെ ജീവനുള്ളതാക്കുന്ന ഒറ്റ ഗുണമില്ല. വാട്ട് ഈസ് ലൈഫ് എന്ന ക്വസ്റ്റ്യൻ ഒരു സിംഗിൾ ഡെഫിനിഷൻ നമുക്കില്ല. കുറേ ഗുണങ്ങൾ ചേരുമ്പോഴാണ് അതിന് ലൈഫ് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ആ ലൈഫിനെ സസ്റ്റെയിൻ ചെയ്യുന്ന കുറേ പ്രവൃത്തികളുണ്ട്. ഈ പറഞ്ഞതുപോലെ ഹോമിയോസ്റ്റാസിസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഇൻറ്റേർണൽ അറ്റ്മോസ്ഫിയർ വെളിയിൽ നിന്നും സ്വതന്ത്രമാക്കി നിർത്താൻ കഴിയും. അതേസമയം സറൗണ്ടിങ്ങുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യും. പല കാര്യങ്ങളും കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ട്, മെറ്റീരിയലും എനർജിയും ഒക്കെ കൊടുക്കും. പക്ഷേ അപ്പോഴും അതിൻ്റെ ഇൻറ്റേർണൽ അറ്റ്മോസ്ഫിയർ അതിനെ നിർത്താൻ പറ്റും സ്റ്റഡി ആയിട്ട്. അതിന് സ്വയം കോപ്പി എടുക്കാൻ പറ്റും. എന്നാലേ ലൈഫിന് മീനിങ് ഉള്ളൂ, എന്നാലേ മുമ്പോട്ട് പോകുള്ളൂ. അങ്ങനെ കുറേ കാര്യങ്ങൾ ചേർന്ന് നമ്മൾ ലൈഫിങ്, ആ പ്രോസസ്സ് അസാധ്യമാകുമ്പോൾ ലൈഫ് അവസാനിക്കും. മനുഷ്യനായാലും ബാക്ടീരിയ ആയാലും സെയിം. എങ്ങനെ പ്രവർത്തിച്ചാലും ദർ ഇസ് നോ ആഫ്റ്റർ ലൈഫ്. ലൈഫ് എന്താണെന്ന് ചോദ്യം ഉണ്ടെങ്കിൽ പിന്നെ ആഫ്റ്റർ ലൈഫ് എന്ന് പറഞ്ഞ വാക്കിന് മീനിങ് ഇല്ല. ആ ലൈഫിനെ സസ്റ്റെയിൻ ചെയ്യുന്ന പ്രക്രിയ അവസാനിക്കുന്നതോടുകൂടി ആ ചോദ്യവും അവസാനിക്കുകയാണ്, നിങ്ങൾക്കൊന്നും ഉത്തരവില്ല. പക്ഷേ മനുഷ്യനെ പോലെ കോംപ്ലക്സ് ആയിട്ടുള്ള ബ്രെയിനൊക്കെ ഉള്ള ജീവിതം, നമ്മൾ കുറച്ചുകൂടെ വളരെ കോംപ്ലക്സ് ആയിട്ടാണ് ഈ സമൂഹത്തെ അല്ലെങ്കിൽ നമ്മുടെ ഈ സറൗണ്ടിങ്സിനെ, നമ്മുടെ പരിസരത്തെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒരു ബാക്ടീരിയ പ്രതികരിക്കുന്നത് പോലെ അല്ല നമ്മൾ സറൗണ്ടിങ് ആയിട്ട് പ്രതികരിക്കുന്നത്. പക്ഷേ പർപ്പസ് സെയിമാണ്. ഇപ്പോൾ നിങ്ങളൊരു വെള്ളത്തിൽ കിടക്കുന്ന ഒരു ബാക്ടീരിയയെ സംബന്ധിച്ചിടത്തോളം ആ വെള്ളത്തിലൊരു വിഷകരമായിട്ടുള്ള രാസവസ്തു കലർന്നു എന്ന് വെച്ചോളൂ, ബാക്ടീരിയ അതിൽ നിന്ന് ഓടി മാറുക മീൻസ് അതിന് നീങ്ങി മാറാൻ പറ്റും. അതേസമയം അതിന് കുറച്ച് ഷുഗറോ അങ്ങനെ എന്തെങ്കിലും ബാക്ടീരിയയ്ക്ക് ഗുണമുള്ള സംഗതി കിട്ടി അത് അകത്തേക്ക് പോവുകയും ചെയ്യും. അതൊരു ബേസിക് ആ ബാക്ടീരിയയുടെ കോശത്തിന് വെളിയിലുള്ള ചില രാസവസ്തുക്കൾ ചുറ്റുപാടുമുള്ള രാസവസ്തുക്കളായിട്ട് പ്രവർത്തിക്കുന്നതിനനുസരിച്ചിട്ട് അതെടുക്കുന്ന ഡിസിഷനാണ്. വാക്ക് പറയുമ്പോൾ അതങ്ങനെ കോൺഷ്യസ്ലി ഡിസിഷനൊന്നും എടുക്കുന്നില്ല. പക്ഷേ നമ്മളും ചെയ്യുന്ന അതേ കാര്യമാണ്. നമ്മൾ പക്ഷേ കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു വിശകലനം നടത്തുന്നുണ്ട്. നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം അത് ചെയ്യുന്നുണ്ട്, മറ്റ് ജീവികളോ ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ ഏറ്റവും കോംപ്ലക്സ് ആയിട്ട് ചെയ്യുന്നത് നമ്മളാണ്. അതുകൊണ്ട് നമുക്ക് ഭാവന, നമുക്ക് ഇല്ലാത്ത സംഗതികളൊക്കെ കാണാൻ പറ്റും. മറ്റു ജീവികൾക്ക് അങ്ങനെ അബ്സ്ട്രാക്റ്റ് തിങ്കിങ് ഒന്നുമില്ല. അപ്പോൾ ഉള്ളതേ അതിനുള്ള റിയാലിറ്റി ഉള്ളൂ. മറ്റു ജീവികൾക്ക് ഭാവി എന്ന് പറഞ്ഞൊരു വാക്കിനേ മീനിങ് ഇല്ല. നമുക്കാണ് ഭാവി ഉള്ളത്. ഇപ്പം നമ്മൾ റോഡിൽ കാണുന്ന പട്ടിക്ക് നാളെ എന്നൊരു സങ്കല്പമില്ല. അതെപ്പോഴും വർത്തമാന കാലത്തിലാണ് ജീവിക്കുന്നത്. കാരണം അതിന് നിങ്ങൾക്ക് കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ബ്രെയിൻ വേണം. നാളെ എന്നൊരു സംഗതി ഇല്ലല്ലോ. പക്ഷേ നാളെ അത് അവിടെ വരും നമുക്കറിയാം. അത് ലോകത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് ആ അസസ്മെൻറ്റ് പറ്റുന്നതുകൊണ്ട് നമുക്ക് ഭാവിയിലോട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. മറ്റു ജീവികൾക്ക് ഇത്രയും വലിയൊരു നെർവസ് സിസ്റ്റം ഇല്ല, അതുകൊണ്ട് അവർക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആലോചിക്കുന്നത് ഇതിന് ശേഷം എന്ത്, ഇത് മനുഷ്യന് മാത്രം ആലോചിക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. ആ ആലോചനയ്ക്ക് നമുക്ക് ഉത്തരവൊന്നുമില്ല.
പക്ഷെ നമ്മൾ മനുഷ്യന് ഉത്തരം ഉണ്ടാക്കി ഭാവനയിലൂടെ. അങ്ങനെ വന്ന ഉത്തരങ്ങളിലൊന്നാണ് ആഫ്റ്റർ ലൈഫിന് ശേഷം വേറൊരു ജീവിതം. ചില പല ആൾക്കാർ കരുതുന്നത് ഇതിനേക്കാളും നല്ലൊരു ലൈഫ് ഇനി വരാനിരിക്കുന്നത്. സോറി, അങ്ങനെ ഒരു സംഗതിയില്ല. എന്തെങ്കിലും നല്ലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു സംഗതിയില്ല. ബിക്കോസ് നിങ്ങളുടെ ശരീരത്തെ ജീവനുള്ളതാക്കി നിർത്താൻ കഴിയുന്ന പ്രോസസ്സുകൾ നിൽക്കുമ്പോൾ അത് എന്നേക്കുമായിട്ട് അവസാനിക്കും. നമ്മുടെ ശരീരം ബേസിക്കലി എപ്പോഴാണ് നിൽക്കുന്നത്, ജീവൻ നിൽക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഊർജം ഉണ്ടാക്കാൻ പറ്റാതെ വരുമ്പോഴാണ്. അത് വളരെ സിംപ്ലിഫൈഡ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ പലപ്പോഴും നമ്മുടെ ശരീരം ഭയങ്കര കോംപ്ലക്സ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് തോന്നുമെങ്കിലും ശരീരത്തിൻ്റെ ഒരു പ്രവർത്തനം നമ്മൾ മനുഷ്യ ശരീരത്തെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാ ജീവികൾക്കും ഏതാണ്ടൊക്കെ ഇതുപോലെ തന്നെയാണ്. നമുക്ക് ഊർജ്ജം ഉണ്ടാക്കുന്നത് എപ്പോഴും ശരീരത്തിലെ ഓരോ കോശത്തിലുമാണ്. ശരീരത്തിൽ ത്രൂ ഔട്ടുള്ള എല്ലാ കോശങ്ങളിലും ഉണ്ടാക്കണം. ഊർജ്ജം ഉണ്ടാക്കി എല്ലാവർക്കും വിതരണം ചെയ്യാനുള്ള സംവിധാനം ഭൂമി നമ്മുടെ ശരീരത്തിലില്ല. അപ്പോൾ ഊർജ്ജം ഉണ്ടാക്കുന്നത് ന്യൂട്രിയൻസ്, ഗ്ലൂക്കോസ് പോലുള്ള ന്യൂട്രിയൻസും ഓക്സിജനും വെച്ചാണ്. അപ്പോൾ ന്യൂട്രിയൻസും എത്തണം, ഓക്സിജനും എത്തണം. എവിടെ? എല്ലാ കോശത്തിലും എത്തണം. ഇതിനുള്ള കുറേ സംവിധാനങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഒന്ന്, ഡൈജസ്റ്റീവ് സിസ്റ്റം. ന്യൂട്രിയൻസ് എത്തണം. ന്യൂട്രിയൻസ് ആയിട്ട് വെളിയിലില്ല, മറ്റ് വസ്തുക്കളേ ഉള്ളൂ. അത് അകത്തേക്ക് എടുത്ത് അതിനെ കെമിക്കൽസ് വെച്ച് ട്രീറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ ചെറിയ ന്യൂട്രിയൻസ് ആക്കി ആ ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യണം. അബ്സോർബ് ചെയ്തിട്ട് അത് ഓരോ സെല്ലിലും എത്തണ്ടേ. അപ്പോൾ അതിനെ ക്യാരി ചെയ്യാൻ എന്തെങ്കിലും വേണം. അതിനാണ് സർക്കുലേറ്ററി സിസ്റ്റം, രക്തം. ഈ രക്തം താനെ അങ്ങ് പോകില്ലല്ലോ, അതിനെ പമ്പ് ചെയ്യണം. അപ്പോൾ അതിന് ഹാർട്ടുണ്ട്. ഇനി ഓക്സിജനും കൊണ്ടുപോകാൻ ഈ സാധനം തന്നെ ഉള്ളൂ, സർക്കുലേഷൻ. ഓക്സിജനെ ലങ്സ് വെച്ച് ഇതേ ബ്ലഡിലേക്ക് കലർത്തും. അപ്പോൾ നമ്മൾ ശ്വസിക്കണം, ആഹാരം കഴിക്കണം, വെള്ളം ഉണ്ടെങ്കിലേ ഈ പ്രോസസ്സ് മുഴുവൻ നടക്കൂ. ടെമ്പറേച്ചർ നിലനിർത്തണം. ശരീരം ഇങ്ങനെയാണ് കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരിടത്ത് നിങ്ങളുടെ ശ്വാസം നിന്നുപോയി, എന്ത് സംഭവിക്കും? ഓക്സിജൻ ബ്ലഡിലേക്ക് എത്തില്ല. ഓക്സിജൻ വന്നില്ലെങ്കിൽ കോശങ്ങളിൽ ഊർജ്ജം ഉണ്ടാക്കാൻ പറ്റില്ല, നിന്നുപോകും. ഇനി ഹാർട്ട് പ്രവർത്തിക്കുന്നില്ല, ഓക്സിജൻ കിട്ടും പക്ഷേ ബ്ലഡ് നീങ്ങുന്നില്ല. ബ്ലഡ് നീങ്ങുന്നില്ലെങ്കിലും ഇത് നിന്ന് പോകും. ഇനി ഹാർട്ട് പ്രവർത്തിക്കുന്നുണ്ട്, ഇത് കൊടുക്കുന്നുണ്ട്, നിങ്ങളുടെ കൈ വലിയൊരു ഡീപ്പ് വൂണ്ടുണ്ട്, ബ്ലഡ് വെളിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കും, മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തില്ല. നിങ്ങൾ ഇതെല്ലാം എവിടെ എങ്ങനെ മരണകാരണമാകുന്നത്? ഇങ്ങനെയാണ് മരണകാരണമാകുന്നത്. ഇനി ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന ആരാ? ബ്രെയിൻ. ബ്രെയിൻ നിന്ന് പോയി കഴിഞ്ഞാൽ ഹാർട്ടിന് പോലും പിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? നിങ്ങൾ നിന്ന് പോകും. അപ്പോൾ ഇങ്ങനെയാണ് മരണം എന്ന സംഗതിയിലേക്ക് നമ്മൾ എത്തുന്നത്. ബിക്കോസ് ലൈഫ് കനോട്ട് ബി സസ്റ്റെയിൻഡ്. പക്ഷെ മനുഷ്യർക്ക് കോംപ്ലക്സ് ബ്രെയിൻ ഉള്ളതുകൊണ്ട് നമ്മൾ വിചാരിക്കും ഈ ശരീരത്തിന് വെളിയിൽ എന്തോ ഒരു എക്സിസ്റ്റൻസ് നമുക്കുണ്ട്, നമ്മൾ ആത്മാവ് എന്നൊക്കെയുള്ള സങ്കല്പം അങ്ങനെയാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ ഒരു സംഗതി ഇല്ല. നിങ്ങളുടെ ബ്രെയിൻ നിന്നാൽ നിങ്ങൾ എന്ന് പറഞ്ഞ സങ്കല്പം പോലും ഇല്ല. ഇപ്പം നമ്മൾ പറയുമല്ലോ, പണ്ട് അവയവ മാറ്റം എന്ന സംഗതി നമുക്ക് കുറേ കാലമാണ്. നമുക്ക് കിഡ്നി മാറ്റി വെക്കാം, ലിവർ മാറ്റി വെക്കാം, അങ്ങനെ ശസ്ത്രക്രിയ, തല മാറ്റി വെക്കാൻ പറ്റുമോ? നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു സർജറി ചെയ്തിട്ടില്ല. സർജറി ചെയ്താലും നിങ്ങൾക്ക് തല മാറ്റി വെക്കാൻ പറ്റില്ല. എന്താ കാരണം? നമ്മളുടെ ബ്രെയിനാണ് നിങ്ങളുടെ ഐഡൻറ്റിറ്റി. നിങ്ങൾ ശരീരമാണ് മാറ്റുന്നത്. അതെ. ഇപ്പം എൻ്റെ തല വേറൊരാൾ സ്വീകരിച്ചാൽ അയാൾക്ക് എൻ്റെ തല കിട്ടുകയല്ല ചെയ്യുന്നത്, എനിക്ക് അയാളുടെ ശരീരമാണ് കിട്ടുന്നത്. കാരണം ഐഡൻറ്റിറ്റി തീരുമാനിക്കുന്ന ബ്രെയിനാണ്. ആ ബ്രെയിൻ അതിന് കിട്ടുന്ന സെൻസറി ഇൻപുട്ടിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഞാൻ, മീ എന്ന് പറഞ്ഞ സെൽഫ് എന്ന് പറഞ്ഞ ഐഡിയയും എൻ്റേത്, മൈ ഓണർഷിപ്പ്, ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുക. ഇതിലെന്തെങ്കിലും തകിടം മറിയും, സാധാരണ സെൻസറി സിഗ്നലിൽ അല്പം മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ഈ ഞാനെന്ന് പറഞ്ഞ സംഗതിയൊക്കെ മറന്നു പോകും, നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ നമ്മൾ പൊതുവിൽ നമുക്ക് തോന്നും, നമ്മളെപ്പോഴും അങ്ങനെയല്ലേ വാക്കുകൾ എൻ്റെ കയ്യിൽ നിന്നല്ലേ പറയുന്നത്. അപ്പോൾ ഞാനാരാ? കാരണം ഈ കൈ എൻ്റെയാണ്, തല എൻ്റെയാണ്, മൂക്ക് എൻ്റെയാണ്. അപ്പോൾ ഞാൻ ഈ എൻ്റേതെന്ന് പറയുന്ന ഞാൻ വേറെ എവിടെ ഇരിക്കുന്ന പോലെ തോന്നും. അല്ല, ഇത് തന്നെയാണിത് ഞാൻ. നമ്മളിപ്പോൾ എൻ്റെ വിരൽ മാറ്റിക്കഴിഞ്ഞാൽ എൻ്റെ വിരൽ മാറി, എൻ്റെ ഏത് ഭാഗം മാറ്റിയാലാണ് ഞാൻ ഇല്ലാതാകുന്നത്? അങ്ങനെ ഒരു സംഗതി ഇല്ല. ബ്രെയിൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ ഇതെല്ലാം ഉണ്ടെങ്കിലും ബ്രെയിൻ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇല്ല, പിന്നെ എൻ്റേതും ഇല്ല. അപ്പം പക്ഷേ നമ്മൾ ഭാവന വെച്ച് നമ്മളിങ്ങനെ ആ ധാരണയൊക്കെ ഈ അടുത്ത കാലത്ത് വന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആത്മാവെന്ന് പറയുന്ന സംഗതി ഇവിടെ ഇരുന്ന് ശരീരത്തെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഈ ശരീരം കളഞ്ഞാൽ വേറെ ശരീരം കിട്ടുമെന്നൊക്കെയുള്ള ഭാവനയാണ്. അന്നത്തെ മനുഷ്യൻ്റെ കൗതുകങ്ങൾക്ക് വേറെ ഉത്തരം കണ്ടുപിടിക്കാൻ ഒരു മാർഗ്ഗവും ഇല്ലാത്തപ്പോൾ ഇത് തന്നെയായിരുന്നു ഉത്തരം. കൂടുതൽ നന്നായിട്ട് അവതരിപ്പിച്ച ഉത്തരങ്ങൾ നല്ല ഉത്തരങ്ങളായിട്ട് മാറി. ഇതൊരു നല്ല രസമുള്ള ഉത്തരവാണ്. ആത്മാവ് ഇരുന്ന് ശരീരം പ്രവർത്തിപ്പിക്കുന്നു, ഈ ശരീരം നശിച്ചു പോകുമ്പോൾ അടുത്ത ശരീരത്തിലേക്ക് പോകുന്നു. നമ്മൾ നോക്കിയാൽ തന്നെ മനസ്സിലാകാണ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടുമ്പം ഇന്ത്യയിലെ ജനസംഖ്യ 30 കോടിയേ ഉള്ളൂ. ഇപ്പോൾ 140 കോടിയുണ്ടല്ലോ. അപ്പോൾ ഇത്രയും പുതിയ ആത്മാക്കൾ വരണ്ടേ, എന്നാലല്ലേ ഈ ഇതിനകത്തോട്ട് കയറാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ആത്മാവ് വീതിക്കണ്ടേ? അങ്ങനെ വീതിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഐഡിയ പണ്ടൊരു കാലത്ത് ഫാൻസിഫുൾ ആയിട്ടുള്ള ഐഡിയ ആയിരുന്നു, നല്ല ഭാവനയാണ്. പക്ഷേ ഇന്നത്തെ നമ്മുടെ ലോകത്തെക്കുറിച്ചുള്ള ധാരണയായിട്ട് മാച്ച് ആവുന്നില്ല. ലൈഫ്
ഇതൊരു ഭാഗമാണ് നിങ്ങളുടെ ബ്രെയിൻ. കോംപ്ലക്സ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ലൈഫ് ഫോംസിൻ്റെ പ്രത്യേകതയാണ്. ആ ബ്രെയിൻ്റെ പ്രവർത്തനമാണ് നിങ്ങളുടെ മനസ്സ്, മൈൻഡ്. അത് ബ്രെയിൻ ഇല്ലാതായി കഴിഞ്ഞാൽ അതില്ലാതാവും. വെളിയിൽ അതിന് എക്സിസ്റ്റൻസ് ഇല്ല. ഇനിയിപ്പോൾ ഞാൻ പ്രേതം ഉണ്ടോ എന്ന് എടുത്ത് ചോദിക്കാം. പ്രത്യേകിച്ച് ചോദിക്കേണ്ട അതിന് ഉത്തരം അത് തന്നെയാണ്. പ്രേതവും നമ്മുടെ ഭാവനയുടെ ഒരു റിസൾട്ടാണ്. ആത്മാവെന്ന് പറയുന്നത് പോലെ പ്രേതത്തിന് പൊതുവെ വേറെ കുറച്ച് പ്രേതം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് തന്നെ പല രീതിയിലാണ് പല സ്ഥലങ്ങളിലും ആളുകൾ കാണുന്നത്. പ്രേതം അപ്പാരിഷൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കാണ് പൊതുവിൽ നമ്മൾ പ്രേതം നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തോ ഒരു സാധനം നമ്മൾ കാണുന്നു. പക്ഷെ അത് മാത്രമല്ല, ഇപ്പം സാന്നിധ്യം മാത്രമേ. ഇപ്പോൾ നമ്മൾ ദേവദൂതൻ സിനിമയിൽ പറയുന്നത് സംബഡി വാണ്ട്സ് ടു സേ സംതിങ് ടു സംബഡി. ഇവിടെ ആരോ ഉണ്ട്, പക്ഷെ സാന്നിധ്യം മാത്രമേ ഉള്ളൂ, അത് രൂപമില്ല. അപ്പം അതിനും പ്രേതമെന്ന് വിശേഷിപ്പിക്കും. അങ്ങനെ പ്രേതത്തിനെ പല ആളുകൾ പല രീതിയിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഏറ്റവും കോമൺ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒഴുകി നടക്കുക ഇങ്ങനെയൊക്കെയുള്ള സംഗതികളാണ്. പക്ഷെ അതൊന്നും നമ്മുടെ ലോകത്തെക്കുറിച്ചുള്ള ധാരണ അനുസരിച്ചിട്ട് അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ. ഭാവന എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അത് കൊണ്ട് നടക്കാം. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഈ ഒരുപാട് ആളുകൾ ജീവിക്കുന്നത് തന്നെ അടുത്ത ജന്മത്തിൽ എന്തെങ്കിലും നന്നായിട്ട് വരണം എന്നുള്ള ഒരു, അല്ലെങ്കിൽ ഈ ജന്മത്തിൽ നല്ലത് ചെയ്യുന്നത് ഈ ഒരു എത്തിക്കലി ആളുകളെ കൊണ്ടുപോകുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ആഫ്റ്റർ ലൈഫും ദൈവത്തിലുള്ള വിശ്വാസവും ഈ പറയുന്ന പോലെ സ്വർഗം നരകം ഈ ഫാക്ട്സ് ഒക്കെ. ഇത് ഇങ്ങനൊരു കാര്യം ഇല്ലയെന്ന് ഒരു വിഭാഗം ആളുകൾ മനസ്സിലാക്കിയാൽ അത് ഡേഞ്ചറസ് ആയി പോകത്തില്ലേ? കാരണം നമ്മളുടെ ബോഡി ബയോളജിക്കലാണ്. ഇവിടെ ബയോളജിക്ക് അപ്പുറം അല്ലെങ്കിൽ ഒരു കെമിക്കൽ പ്രോസസ്സിനപ്പുറം മറ്റൊന്നും നടക്കുന്നില്ല എന്ന് കാണുമ്പോൾ ആസ് എ സോഷ്യൽ അല്ലെങ്കിൽ ആസ് എ ഹ്യൂമൻ ബീയിങ് ഈ പറയുന്ന ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ മൊറാലിറ്റി, എത്തിക്സ് ഇതൊക്കെ നിൽക്കാവും. അത് ഒരു ക്ലാസിക് ആയിട്ടുള്ളൊരു വാദമാണ്. അതായത് ഇത്തരം വിശ്വാസങ്ങളാണ് നമ്മളെ മോറലാക്കുന്നത്. ശരിക്കും തെറ്റിദ്ധാരണയാണ്. നിങ്ങളുടെ നല്ല ഗുണങ്ങൾ, ഞാൻ നല്ലത് മീൻസ് വിത്തിന് ഇൻവേർട്ടർ കോമ ആലോചിച്ചാൽ മതി. നമ്മൾ നല്ലതെന്ന് കരുതുന്ന ഗുണങ്ങൾ നമുക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് എവിടുന്നെങ്കിലും ആരെങ്കിലും തന്നതല്ല. കുറേയൊക്കെ നമ്മുടെ തന്നെ ഉള്ളിലുള്ള. അപ്പോൾ നിങ്ങൾ ഒരാളെ കൊല്ലാതിരിക്കുന്നത് ഏതെങ്കിലും വിശ്വാസം അത് തെറ്റാണെന്ന് പറയുന്നതുകൊണ്ടാണോ? അല്ല. നമ്മൾ ഒരു എക്സ്ട്രീം മെഷറാണ്. നമ്മൾ ജീവസമൂഹത്തിൽ മറ്റു ജീവികളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ജീവിയും, മനുഷ്യൻ മാത്രമല്ല, ഒരു ജീവിയും ചുമ്മാ വയലൻസിലേക്ക് പോകില്ല. അതിനൊരു കാരണം ഉണ്ടാവും, അതിനൊരു അഗ്രഷൻ ഉണ്ടാവും. ഈ റിസോഴ്സസിന് വേണ്ടിയിട്ടുള്ള മത്സരമാവാം, മേറ്റിന് വേണ്ടിയിട്ടുള്ള മത്സരമാവാം. ഇതെല്ലാം എല്ലാ സ്ഥലത്തും രക്തരൂക്ഷിതമാണ്, മനുഷ്യരിൽ മാത്രമല്ല. അപ്പോൾ അത്തരം മത്സരങ്ങൾ, സർവൈവലിന് വേണ്ടിയിട്ടുള്ള മത്സരങ്ങളിൽ വയലൻസ് ഉണ്ടാവും. അത് നമ്മൾ കുറച്ചുകൂടെ സിവിലൈസ്ഡ് ആയതുകൊണ്ട് നമ്മൾ സർവൈവലും ഈ റിസോഴ്സ് ഡിസ്ട്രിബ്യൂഷനും ഒക്കെ വയലൻസ് ഇല്ലാതെ എങ്ങനെ ചെയ്യാം. നമ്മൾ ലോകത്തിൻ്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും സമാധാനമുള്ള സമയമാണ് ഇത്, ഈ കാലഘട്ടം. ഇപ്പോഴും യുദ്ധങ്ങളൊക്കെ പലയിടത്തും നടക്കുന്നുണ്ട്. പക്ഷേ ഒരു 500 കൊല്ലം മുമ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കഥയും ചരിത്രവും വെട്ടും കുത്തും കൊലപാതകവും തന്നെയാണ്. നമ്മളെന്തോരം മാറി. അപ്പം അതൊന്നും അങ്ങനെ ഏതെങ്കിലും ഒരു വിശ്വാസം വന്നുകൊണ്ടോ ഒന്നുമല്ല. അതിന് ചില ആളുകളെങ്കിലും അങ്ങനെ അതുകൊണ്ട് ചെയ്യാം. അത് ഒരു കുഴപ്പം പിടിച്ച നിലപാടാണെന്ന് ഞാൻ പറയും. അതൊരു ബിസിനസ് ആസ്പെക്റ്റിൽ വരും. അല്ല, അത് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു വിശ്വാസ പ്രമാണം കൊല്ലരുതെന്ന് പറയുന്നതുകൊണ്ടാണ് നിങ്ങൾ കൊല്ലാതിരിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു മോറൽ സെൻസ് ആയിട്ടൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. നമ്മൾ മറ്റ് മൃഗങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർ പരസ്പരം സഹായിക്കുന്നുണ്ട്. അൾട്രൂയിസം എന്ന് പറയുന്നൊരു സംഗതി നമ്മുടെ ജനറ്റിക്കലി നമുക്കുണ്ട്. നമ്മളൊരു റോഡ് സൈഡിൽ നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ നമുക്ക് കുറുകെ ഒരു പട്ടി ചാടിയാൽ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത് എന്തിനാണ്? ആ പട്ടിയെ ഉപദ്രവിക്കാതിരിക്കാനല്ലേ? അത് ഏതെങ്കിലും പുസ്തകത്തിൽ നിന്ന് എഴുതി പഠിപ്പിച്ചാണോ? നമ്മളത് ഒഴിവാക്കുക. അത് നമ്മൾ ഒഴിവാക്കും. അതും കറങ്ങി തിരിഞ്ഞ് നമ്മളുടെ ഒരു റാഷണാലിറ്റിയിലോട്ട് തന്നെ അല്ല, അതുണ്ട്. അതാ പറഞ്ഞത്. അത് നമ്മൾ പഠിച്ച മനുഷ്യൻ മാത്രമല്ല ചെയ്യുന്നത്, മറ്റു ജീവികളും വെറുതെ അങ്ങനെ ചെയ്യുന്നില്ല. ഇപ്പോൾ വേറൊരു ജീവിയെ ഒരു ജീവി അതിൻ്റെ തലമുറയെ സഹായിക്കുന്നതും മറ്റു സ്വയം ത്യജിക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അൾട്രോയിസം എന്ന് പറഞ്ഞാൽ അത് അതിന് പല ബയോളജിക്കലായിട്ടുള്ള റീസൺസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള നമ്മുടെ മോറൽ വാല്യൂസ്, പിന്നെ സാമൂഹികമായിട്ടും മോറൽ വാല്യൂസ് ഇവോൾവ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും കള്ളം പറയരുതെന്ന് ഉപദേശിക്കുന്ന ആൾക്കാരാണ്. കള്ളം പറയുന്നവർ പോലും അതൊരു നല്ല പ്രവൃത്തിയാണെന്ന് പറയില്ല. എന്തുകൊണ്ടായിരിക്കും? കള്ളം പറയുന്ന ആർക്കും, ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ കള്ളം പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. വേറൊരാൾ അയാളടുത്ത് ആരും കള്ളം പറയാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അയാൾ പറഞ്ഞാലും അയാളോട് ആരും പറയരുത്. അപ്പോൾ എല്ലാവരും കരുതുന്നത് എന്നോടാരും കള്ളം പറയരുതെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും കള്ളം പറയുന്നത് മോശം കാര്യമായിട്ട് എല്ലാവരും സമ്മതിക്കും. കള്ളം പറയുന്നവർ പോലും സമ്മതിക്കും. ഇനി കൊലപാതകം തെറ്റാണെന്ന് പറയുന്ന ആൾക്കാർ ഒന്ന് മറിച്ചാലോചിച്ച് നോക്കി.
കൊലപാതകം തെറ്റല്ലായിരുന്നു എന്നുണ്ടെങ്കിലോ എന്നെ ആരെങ്കിലും കൊല്ലും. അതെ. ഓക്കെ, എനിക്കും പലരെയും കൊല്ലാൻ പറ്റും, ഓപ്ഷനുണ്ട്. പക്ഷേ എനിക്ക് കൊല്ലാൻ ആഗ്രഹമുള്ള ആളുകളുടെ എണ്ണത്തെക്കാൾ പല മടങ്ങ് ആളുകൾക്ക് എന്നെ കൊല്ലാൻ ആഗ്രഹം കാണും. അപ്പം ആർക്കും ഇത് സേഫായിട്ടുള്ളൊരു ധാരണയല്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു കോമൺ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ അറിയാതെ ഇത്തരം വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് വേറെ ഇടത്തുനിന്ന് കിട്ടുന്നതല്ല. അപ്പം അങ്ങനെ കിട്ടുന്നതായിരുന്നുണ്ടെങ്കിൽ ഈ കംപ്ലീറ്റ്ലി ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള വിശ്വാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സമൂഹങ്ങളിൽ കുറ്റകൃത്യം ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ഉണ്ട്, അതിലങ്ങനെ വ്യത്യാസമൊന്നുമില്ല. എല്ലാ സമൂഹങ്ങളും കുറ്റകൃത്യം. ജയിലിൽ കിടക്കുന്ന ആൾക്കാരിൽ മതവിശ്വാസികളുടെ എണ്ണം നോക്കൂ, മതവിശ്വാസികൾ ഒരുപാടുണ്ട്. എന്തുകൊണ്ടാണ്? സമൂഹത്തിൻ്റെ ക്രോസ് സെക്ഷനാണ് അവിടെ വരുന്നത്. സമൂഹത്തിൽ മതവിശ്വാസികളുണ്ടെങ്കിൽ കുറ്റവാളികളുടെ ഇടയിൽ മതവിശ്വാസികളുണ്ടാവും. സമൂഹത്തിൽ നിരീശ്വരവാദികളുണ്ടെങ്കിൽ കുറ്റവാളികളുടെ ഇടയിൽ നിരീശ്വരവാദികളുണ്ടാവും. പ്രൊപ്പോർഷണലി ഏതാണ്ട് അങ്ങനെ തന്നെ കാണും. മതവിശ്വാസി അല്ലാതായതുകൊണ്ട് നിങ്ങൾ കൂടുതൽ കുറ്റം ചെയ്യാൻ സാധ്യതയില്ല. മതവിശ്വാസി ആയതുകൊണ്ട് കൂടുതൽ നന്മ ചെയ്യാനും സാധ്യതയില്ല. മതവിശ്വാസികൾക്ക് കുറ്റങ്ങൾ ചെയ്യാം, മതവിശ്വാസം ഇല്ലാത്തവർക്കും കുറ്റങ്ങൾ ചെയ്യാം. അതിനകത്ത് അങ്ങനെ ഒരു, കാരണം നമുക്കങ്ങനെ തോന്നും, കാരണം മെജോറിറ്റി ആളുകൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഈ കുറ്റകൃത്യങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ തന്നെ മതി. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മതവിശ്വാസികളുള്ള സ്ഥലത്ത് കുറ്റകൃത്യങ്ങൾ ഏറ്റവും കുറവായിരിക്കണം. എല്ലായിടത്തും ഉണ്ട്, ഏതാണ്ട് ഒരുപോലെയൊക്കെ തന്നെ. ഈ പേടി അല്ലെങ്കിൽ ആൻസൈറ്റി, പാനിക്നെസ് ഇതൊക്കെ കൊണ്ടുവന്നാൽ നമ്മളവിടെ വൾണറബിൾ ആവും, വീക്കാവും. അപ്പോൾ ഞാൻ ഒരു ഫാദറിൻ്റെ അടുത്ത് സംസാരിച്ച സമയത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥനയിലോട്ട് ആളുകൾ വരുന്നത്? പുള്ളി പറഞ്ഞു ബേസിക്കായിട്ട് പേടിയാണ്. അപ്പം അവിടെയാണ് ഈ എല്ലാത്തിൻ്റെ ഈ റൂട്ട് കോസ് വരുന്നത്. അപ്പോൾ ഈ പേടീനെ സൈക്കോളജിക്കലി അല്ലെങ്കിൽ ഫാക്ച്വലി നമുക്ക് എങ്ങനെ അതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുമായിരിക്കും? പേടി എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് മാത്രമുള്ളൊരു വികാരമല്ല പേടി. ബേസിക് ആയിട്ടുള്ള വികാരങ്ങളിൽപ്പെട്ടതാണ് പേടി. എല്ലാ ജീവികൾക്കും നമ്മളേതുപോലെ കേന്ദ്ര നാഡീ വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു നെർവസ് സിസ്റ്റമുള്ള ഒരുവിധപ്പെട്ട എല്ലാ മൃഗങ്ങൾക്കും പേടി എന്ന് പറയുന്ന വികാരം നമുക്കറിയാമല്ലോ. നമ്മളൊരു പട്ടി പേടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും, പൂച്ച പേടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അത് അലർട്ട്നെസ്, പേടി, അത് ഒരു ബയോളജിക്കൽ ഇൻസ്റ്റിങ്ക്റ്റാണ്. അത് നമ്മുടെ ഒരു സേഫ്റ്റി മെക്കാനിസമാണ്. നിങ്ങൾ പേടിച്ചാലേ നിങ്ങൾ അപകടങ്ങളിൽ നിന്നും മാറും, അലാം കിട്ടും. നിങ്ങൾ അനുഭവങ്ങളിൽ നിന്നും പേടി പഠിക്കും. അപ്പോൾ പേടി പഠിക്കുകയും നിങ്ങൾ പരസ്പരം ആ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കുകയും മനുഷ്യർ മാത്രം ചെയ്യുന്ന കാര്യമല്ല. അപ്പോൾ ഈ നമ്മൾ കാട്ടിലൊക്കെ പോകുന്ന ആൾക്കാർ, മീൻസ് അവിടെ സഫാരി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക്, അനിമൽ ഫോട്ടോഗ്രാഫിക്കൊക്കെ പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അലാം കോൾ. അലാം കോൾ എന്ന് പറഞ്ഞാൽ അവർ ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു പ്രഡേറ്റർ അനിമൽ ഉണ്ടെങ്കിൽ അവിടുത്തെ പ്രേ അനിമൽസ് എല്ലാം ശബ്ദം ഉണ്ടാക്കും. ഇപ്പോൾ ഒരു കടുവയുടെ സാന്നിധ്യം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാനുകളൊരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കും, കുരങ്ങുകളൊരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കും. അപ്പോൾ ഈ ശബ്ദം വെച്ചിട്ടാണ് പലപ്പോഴും ഇവർ അവിടെ പ്രഡേറ്റർ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അലാം കോൾ അവിടെ കേട്ടു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രഡേറ്റർ ഉണ്ട് എന്ന്. അത് 100% ഉറപ്പല്ല, പക്ഷേ അങ്ങനെ ഒരു പ്രഡേറ്ററിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഈ ജീവി ഇവർ പരസ്പരവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. മരത്തിലിരിക്കുന്ന കുരങ്ങൻ താഴെ നിൽക്കുന്ന മാനിന് സിഗ്നൽ കൊടുക്കും, മാൻ തിരിച്ച് സിഗ്നൽ കൊടുക്കും. അതെന്ന് പറഞ്ഞാൽ ഒരു അലർട്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പേടി അതുകൊണ്ട് തന്നെ നമുക്ക് ഗുണം ചെയ്യും. നമ്മൾ പേടിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു കോമൺ പാറ്റേൺ ഉണ്ട്, ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള എളുപ്പമാർഗ്ഗം പേടിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നമുക്ക് ഒരു ഹൊറർ സിനിമ നമ്മളെ പേടിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അതിൻ്റെ ക്രിയേറ്റർ എന്തൊക്കെയാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന അവരുടെ പ്രോപ്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർ ഡാർക്ക്നെസ് ഉപയോഗിക്കും. ഡാർക്ക്നെസ് ഈസ് അൺസർട്ടനിറ്റി, യു ഡോണ്ട് നോ വാട്ട് ഈസ് ഇൻ ഇറ്റ്. ഇരുട്ടാണ്, മിസ്റ്ററിയാണ്. അപ്പോൾ അവിടെ എന്താണെന്ന് അറിയില്ലെങ്കിൽ മനുഷ്യൻ്റെ ഡീഫോൾട്ട് സെറ്റിംഗ് അസ്യൂം ദാറ്റ് ഇറ്റ് ഈസ് ഡേഞ്ചറസ്. ഇത് സേഫ് ആണെന്ന് അസ്യൂം ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അൺസേഫ് ആണ് എന്ന് അസ്യൂം ചെയ്യും. നമുക്ക് നോക്കിയാൽ മതി, 3-4 സാധ്യതകൾ അവിടെ ഉള്ളത്. ഇരുട്ടത് എന്താണെന്ന് നിങ്ങൾക്ക് എന്തായാലും അറിയില്ല. ഒന്നുകിൽ അവിടെ നിങ്ങൾക്ക് ഗുണമുള്ള എന്തുവാണ്, അല്ലെങ്കിൽ സേഫായിട്ട സംഗതിയാണ്. ഓക്കെ, നിങ്ങളതിനെ പേടിക്കുന്നില്ല, ഒരു സാധ്യത. 2, സേഫ് അല്ലാത്തൊരു സാധനമാണ്, നിങ്ങളതിനെ പേടിക്കുന്നില്ല, രണ്ടാമത്തെ സാധ്യത. മൂന്നാമത്തേത്, നിങ്ങൾക്ക് സേഫായിട്ടുള്ള സംഗതിയാണ്, നിങ്ങൾക്ക് അതിനെ പേടിയുണ്ട്. നാലാമത്തേത്, സേഫ് അല്ലാത്ത സംഗതിയാണ്, നിങ്ങൾക്ക് പേടിയുണ്ട്. അത് 2 നോക്കിയാൽ സേഫാണ്, സേഫ് അല്ല, പേടിയുണ്ട്, പേടിയില്ല. ഈ 2 4 കോമ്പിനേഷൻ നിങ്ങൾക്ക് കിട്ടും. ഇതിൽ നിങ്ങൾ ഏത് കോമ്പിനേഷനാണ് ഏറ്റവും റിസ്കി? അൺസേഫ് ആയിരിക്കുകയും പേടി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നത്. പേടി ഇല്ലാതിരിക്കുന്നത് ഏത് കണ്ടീഷനായാലും നിങ്ങൾക്ക് റിസ്ക്കിയാണ്. അപ്പോൾ പേടിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഡീഫോൾട്ട് സെറ്റിംഗ് ആണ്. അപ്പോൾ ഇരുട്ട്. ഇനി അതുപോലെ പ്രഡേറ്റേഴ്സ്, ഷാർപ്പ് ടീത്തുള്ള ആനിമൽസ്. നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ യക്ഷികൾക്ക് പല്ല് കൊടുക്കുന്ന കണ്ടില്ലേ? അതായത് അതൊരു കാർണിവോറായിട്ടുള്ള, നമ്മളെ ആഹരിക്കാൻ സാധ്യതയുള്ള ഒരു ജീവിയുടെ സ്വഭാവമാണ്. കാർണിവോറസ് ആയിട്ടുള്ള ജീവികൾക്കാണ് കൂർത്ത പല്ലുകളുള്ളത്. സസ്യഭുക്കുകളായിട്ടുള്ള ജീവികൾക്ക് പരന്ന പല്ലുകളാണ്.
അതിങ്ങനെ അരച്ചാണ് കഴിക്കുന്നത്. കാർണിവോറുകൾ മാംസബുക്കുകളാണ് ഇങ്ങനെ കീറി കഴിക്കുന്നത്. അപ്പോൾ പല്ല് ഇങ്ങനെയുള്ള കോമൺ ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മൾ ഇതിനെയൊക്കെ പേടിക്കാനാണ് പഠിച്ചേക്കുന്നത്. പിന്നെ യൂഷ്വൽ പാറ്റേണിൽ നിന്നുള്ള വ്യത്യാസം നമുക്ക് അൺകംഫർട്ടബിൾ ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പല്ലുള്ള ശിശുവിൻ്റെ ഒരു ഫോട്ടോ കാണുന്നത് വെച്ചു, നമുക്കറിയാലോ ഒരു കുഞ്ഞ് വാവാന്ന് പറഞ്ഞാൽ അതിന് പല്ലുണ്ടാവില്ല. അപ്പോൾ ഫുൾ പല്ല്, വായ നിറയെ പല്ലുള്ള ഒരു കുഞ്ഞിൻ്റെ പടം മനസ്സിൽ സങ്കല്പിച്ചു നോക്കുക. ഡു യു ഫൈൻഡ് ഇറ്റ് കംഫർട്ടബിൾ ഓർ വിയേർഡ്, അല്ലെങ്കിൽ ഒരു ഈറി ലുക്ക് ഉണ്ടാവും. പല സിനിമകളിലും കണ്ടിട്ടില്ലേ, ഈ കണ്ണ് ഡിസ്ഫിഗർ ചെയ്തിട്ടുള്ള പാവ ഒക്കെ പല സിനിമകളിലും ഹൊറർ ഇഫക്റ്റ് ഉണ്ടാകും. നമുക്ക് ഇങ്ങനെ കുറേ പാറ്റേണുകളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, പേടി എന്ന് പറയുന്നത് ചില പ്രത്യേക കാര്യങ്ങളെ നമ്മൾ പേടിക്കാൻ പഠിച്ചിരിക്കുന്നതാണ്, നമ്മൾ ജനിതകമായിട്ട് നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ആ പേടിയെ നമ്മൾ ഈ ആധുനിക ലോകത്തേക്ക് വരുമ്പോൾ നമുക്ക് പേടിക്കേണ്ട പല സംഗതികൾക്ക് ഈ സ്വഭാവം അല്ല ഉള്ളത്. ഇപ്പോൾ നിങ്ങൾ ഒരു കാർസിനോജനായിട്ടുള്ള ഒരു രാസവസ്തു, അത് നിങ്ങൾക്ക് കാണുമ്പോൾ പ്രത്യേകിച്ച് ഒരു കുഴപ്പമൊന്നും തോന്നില്ല. അത് ഭയങ്കര എന്താണ്, ഒരു സേഫ് ലുക്കിംഗ് സംഗതി ആയിരിക്കാം. നിങ്ങൾക്കൊരു റേഡിയോ ആക്റ്റീവ് സാമ്പിൾ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഒരു സാധാരണ ചെറിയ സാധനം ഇരിക്കുന്നതേ തോന്നും. അതൊന്ന് റേഡിയേഷൻ പുറത്തേക്ക് വരുന്നുണ്ടാവും, നമുക്ക് അറിഞ്ഞൂടെ. ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ്ലി നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുള്ള അത്ര സംഗതി ആയിരിക്കും. പല സംഗതികളും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മളുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളുടെ സമൂഹം നമ്മുടെ ജീവിതശൈലി അങ്ങനെ മാറ്റിയെടുത്തത് കൊണ്ടാണ് പേടിക്ക് പുതിയ നിർവചനങ്ങൾ വരുന്നത്. എന്നാൽ അതേസമയം നമ്മൾ പേടിക്കുമെന്ന് തോന്നുന്ന പല കാര്യം, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മൊബൈൽ ടവർ കണ്ടു കഴിഞ്ഞാൽ മനുഷ്യൻ പണ്ട് കാലത്ത് പേടിച്ചിരുന്ന ടൈപ്പ് ഒരു സ്ട്രക്ചറാണ്, വലിയ ഭീമാകാരമായൊരു സ്ട്രക്ചർ. നമുക്കത് എന്താണെന്ന് അറിയില്ല. അപ്പോൾ ആൾക്ക് ഒരുപാട് പേർക്ക് മൊബൈൽ ടവറിനടുത്ത് താമസിക്കാൻ പേടിയാണ്. മൊബൈൽ ടവറിന് ഈ പറഞ്ഞ പ്രശ്നങ്ങളില്ല. അത് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ആ പഴയ അതേ ഫ്ലാഗുകൾ വെച്ചിട്ടാണ് സേഫ് ഏത് അൺസേഫ് ഏത് എന്ന് തീരുമാനിക്കുന്നത്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അതല്ല മാനദണ്ഡം. അപ്പോൾ പണ്ട് ഒരിക്കലും കൃത്രിമമായ ഒരു വസ്തുവിനെ മനുഷ്യൻ കഴിക്കില്ലായിരുന്നു. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതേ കഴിക്കൂ. നമ്മളിപ്പോഴും കരുതുന്നത് നാച്ചുറൽ ആണെങ്കിൽ ഇത് സേഫ് ആണെന്നാണ്. പക്ഷെ തിരിച്ചാണ്. നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള പല പഴങ്ങളും കഴിച്ചാൽ നിങ്ങൾ ചത്തുപോകും. നേരെ മറിച്ച് നിങ്ങൾ സേഫ് ആയിട്ടുള്ള പാരസെറ്റമോൾ കഴിച്ചാൽ നിങ്ങളെ പല ഇൻഫെക്ഷനിൽ നിങ്ങൾക്ക് ഒരു ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ നിങ്ങളെ പല ഇൻഫെക്ഷൻസും പോകും. ചിലപ്പോൾ നിങ്ങളെ വലിയ രീതിയിൽ കൊല്ലാൻ സാധ്യതയുള്ള ഇൻഫെക്ഷൻസ് ആൻറ്റിബയോട്ടിക് വെച്ച് ഇല്ലാതാക്കാം. നിങ്ങൾ പണ്ടൊരു മുള്ളു കൊണ്ടാൽ ചിലപ്പോൾ അവിടെ ഇൻഫെക്ഷൻ അഴിച്ച് മരിച്ചു പോകും. നമുക്ക് ഇന്നത് ഭയങ്കര നിസ്സാരമെന്ന് തോന്നുന്നു, പക്ഷേ ഇന്നതല്ല. പക്ഷേ നമ്മളതിനെ, ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ പേടിക്കേണ്ടത് എന്തുകൊണ്ട് പേടിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ചെടുക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ മാറ്റാം? പേടി ടാക്കിൾ ചെയ്യാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, മനസ്സിലാക്കുക കാര്യങ്ങളെ. അപ്പോഴും നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ രോഗങ്ങളെ പേടിക്കും, നിങ്ങളൊരു വെള്ളപ്പൊക്കത്തെ പേടിക്കും, ഇടിമിന്നലിനെ നിങ്ങൾ പേടിക്കും. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഇടിമിന്നൽ എങ്ങനെ പ്രവർത്തിക്കുന്നത് മനസ്സിലായത് കൊണ്ട് നിങ്ങൾ ഇടിമിന്നലിനെ പേടിക്കാതിരിക്കുന്നില്ല. പക്ഷേ ഇടിമിന്നൽ എങ്ങനെ ഒഴിവാക്കാം, നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോകാതിരിക്കുക, നമ്മൾ എവിടെയൊക്കെയാണ് സേഫ് ആയിട്ടുള്ളത് എന്നുള്ള കാര്യം പഠിക്കുമ്പോൾ നമ്മൾ ഇടിമിന്നലിൽ നിന്നുള്ള രക്ഷപ്പെടാനുള്ള സാധ്യത നമ്മൾ കൂട്ടും. അപ്പോഴും ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് ഈ കാര്യം പറഞ്ഞാൽ പേടിയെ ടാക്കിൾ ചെയ്യാൻ ബെസ്റ്റ് മാർഗ്ഗം എന്ന് പറയുന്നത് എന്തിനെ പേടിക്കണം എന്തിനെ പേടിക്കണ്ട എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതം കുറച്ചുകൂടെ സേഫും കംഫർട്ടബിളുമായിട്ട് മാറും. ഈ പേടിയെ പറ്റി പറഞ്ഞപ്പോൾ സാർ പറഞ്ഞു മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. മനസ്സിലാക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് അല്ലേ അൺലേൺ ചെയ്യാന്നുള്ളത്? കാരണം നമ്മളെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള മുറി, ഇരുട്ട് മുറി, അവിടെ ഒന്നും പേടിക്കേണ്ടതായിട്ടുള്ള സാധ്യതകളൊന്നുമില്ല. ആ ഇരുട്ട് അൺസർട്ടൺ ആണെങ്കിൽ പോലും വി നോ ദാറ്റ് ദർ ഇസ് നത്തിങ്. പക്ഷെ അതിനെ നമ്മൾ ശീലിപ്പിച്ചു. അപ്പം ആ പേടി അത് പേടിക്കേണ്ടതല്ല അല്ല നമ്മൾ അൺലേൺ ചെയ്ത് പിന്നീട് അൺലേൺ ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. അപ്പം അതിന് എത്രത്തോളം പാരൻറ്റിങ് അല്ലെങ്കിൽ സ്കൂളിംഗ് ഒക്കെ മാറ്റേണ്ടതുണ്ട്? പാരൻറ്റിങ്ങിൽ വരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ പാരൻസ് പേടിക്കുന്നതിനെ മക്കളും പേടിക്കും. അങ്ങനെ കുട്ടികളെപ്പോഴും നമ്മൾ മുതിർന്ന ആളുകളെ അനുകരിച്ചാണ് വളരുക. നമ്മൾ കരുതുന്നത് കുട്ടികളെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവർ നല്ല കാര്യങ്ങൾ പഠിക്കുന്നതാണ്. അല്ല, കാരണം ലേണിംഗ് അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. കുറച്ച് മുതിർന്ന ആളുകൾക്ക് ഒരു പക്ഷേ പറഞ്ഞു കൊടുത്താൽ എന്തുകൊണ്ട് അത് ചെയ്യണമെന്ന് മനസ്സിലാകുകയും അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കുകയും ചെയ്യും. പക്ഷെ ചെറിയ കുട്ടികൾക്ക് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്ന സംഗതിക്ക് വലിയ എഫക്റ്റീവ്നെസ് ഉണ്ടാവില്ല. നിങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ടാണ് അവർ പഠിക്കുന്നത്. അപ്പോൾ ഒരുപാട് പാരൻസ് മക്കളെ കള്ളം പറയാൻ പഠിപ്പിക്കും. അപ്പോൾ അച്ഛൻ ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയും. ബേസിക്കലി കുട്ടിയെ നിങ്ങൾ കള്ളം പറയാനാണ് പഠിപ്പിക്കും. ഇപ്പോൾ KSRTC ബസ്സിൽ ടിക്കറ്റ് എടുക്കേണ്ടി വരുമ്പോൾ പ്രായം കുറച്ച് പറയാൻ കുട്ടിയെ പഠിപ്പിക്കും. അപ്പോൾ എന്നിട്ട് നമ്മൾ സ്കൂളിലും ഒക്കെ പറയുന്നത് ഒരിക്കലും കള്ളം പറയരുതെന്നാണ്. കുട്ടിക്ക് കിട്ടുന്ന പിക്ചർ എന്താണ്? കള്ളം പറയരുതെന്ന് പറയലേ ഉള്ളൂ, പറയാം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്,
നമ്മൾ പാരൻറ്റിങ് അത് സ്കൂളിൽ പഠിപ്പിക്കുന്നതായാലും ടീച്ചർ ഒരു കാര്യം പറയുകയും ക്യൂ നിന്ന് ബസ്സിൽ കയറണമെന്ന് പറയുകയും വൈകുന്നേരം നോക്കുമ്പോൾ ടീച്ചർ ഇടിച്ച് കയറി ബസ്സിൽ കയറാൻ നിൽക്കുകയും ചെയ്യുന്നത് കാണുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ട്രാഫിക് നിയമങ്ങൾ അനുസരിക്കുക എന്ന് പറഞ്ഞിട്ട് റെഡ് സിഗ്നൽ കട്ട് ചെയ്ത് പോകുന്ന പാരൻറ്റിനെയോ ടീച്ചറിനെയോ ഒക്കെ കുട്ടി കാണുമ്പോൾ കുട്ടി പഠിക്കുന്നത് അടിസ്ഥാനപരമായിട്ട് ഇതൊക്കെ ചെയ്യാം എന്നാണ്. അപ്പോൾ മുതിർന്നവരിൽ നിന്ന് നമുക്ക് കുട്ടി എന്തിനെ പേടിക്കണം എന്ന് കൂടി പഠിക്കും. നമ്മൾ പല കാര്യങ്ങളെയും നമ്മൾ കോഷ്യസ് ആയിട്ട് കാണുന്നത് നമ്മുടെ പാരൻസ് തന്നെ കോഷ്യസ് ആയിട്ട് കണ്ടതുകൊണ്ടാണ്. ചിലപ്പോൾ നമ്മളത് അൺലേൺ ചെയ്താൽ പോലും നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ നമ്മൾ ആ സംഗതി രണ്ടാമത് ആലോചിച്ചിട്ടായിരിക്കും ഇത് പ്രശ്നമുള്ളതല്ലോ എന്ന് തോന്നാം. നമ്മളെ കണ്ടീഷനിങ് അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അൺലേണിംഗ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ചിലത് നമുക്ക് കൾച്ചറലി കിട്ടിയതാണ്. ഈ പറഞ്ഞ ഇരുട്ടിനെ നമ്മൾ പേടിക്കുന്നത് നമ്മളാരും പഠിപ്പിച്ചിട്ടല്ല. നമുക്ക് പൊതുവെ തന്നെ നമുക്ക് ആ ജനിതകമായിട്ട് തന്നെ ആ ഒരു പ്രവണതയുണ്ട്. നമ്മൾ ഷാർപ്പായിട്ടുള്ള സംഗതികളെയും പാമ്പിനെ പേടിക്കുന്നതും, നമ്മൾ പെട്ടെന്ന് ഒരു കയറൊക്കെ ഇരുട്ടത്ത് കിടക്കുന്നുണ്ട് കഴിഞ്ഞാൽ നമ്മൾ ഡീഫോൾട്ട് സെറ്റിംഗ് അത് പാമ്പാണെന്ന് വിചാരിക്കുക എന്നുള്ളതാണ്. അതൊക്കെ നമ്മൾ പാമ്പിനെ നമ്മൾ ജനിതകമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും നമ്മുടെ ഒരു കൾച്ചറലി നമുക്ക് പാമ്പ് എന്ന് പറയുന്ന സംഗതി നമുക്ക് പേടിയാണ്. നോക്കിയാമല്ലോ ഒരുപാട് ഹൊറർ സിനിമകളിൽ ഈ പറഞ്ഞതുപോലെ പാമ്പിനെ ഒരു തീമായിട്ട് ഉപയോഗിക്കും. നമ്മളെ പേടിപ്പിക്കാൻ വേറെ ഒന്നും വേണ്ട, അത് മാത്രം വെച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് അൺലേൺ ചെയ്യുന്ന പ്രക്രിയയ്ക്ക് അവിടെ പ്രാധാന്യം വരുന്നത് അങ്ങനെയാണ്. നമ്മൾ സേഫ് അതാണ്, സേഫ് അല്ല. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പലതും ഇരുട്ടിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നമ്മൾ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾക്കെതിരെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പം നമുക്ക് ആധുനിക മനുഷ്യൻ്റെ ചരിത്രം എന്ന് പറയുന്നത് തന്നെ നാച്ചുറലായിട്ടുള്ള ഇൻസ്റ്റിങ്ക്റ്റുകളെ നമ്മൾ മറികടക്കാൻ പഠിച്ചു എന്നുള്ളതാണ്. സാധാരണ പ്രകൃതിയുടെ രീതിക്ക് വിട്ടുകൊടുത്താൽ നിങ്ങൾക്കൊരു ഇൻഫെക്ഷൻ വന്നാൽ നിങ്ങൾ ആ രോഗാണുവിന് കീഴടങ്ങും. വേറെ ഓപ്ഷൻ നമ്മുടെ മുമ്പിലില്ല. നിങ്ങൾക്കൊരിക്കലും ഒരു ബാക്ടീരിയക്കെതിരെ പൊരുതാനാവില്ല. കണ്ടാലല്ലേ നമുക്കതിനെ പൊരുതാൻ പറ്റും. പക്ഷെ നമ്മളതിന് മറികടന്നു. നമ്മൾ ചികിത്സ കൊണ്ട് മറികടന്നു. ആശുപത്രി എന്നൊക്കെ പറയുന്നത് തന്നെ എന്തുകൊണ്ടാണ്? നമ്മൾ മരുന്ന് കഴിക്കുക എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ പ്രകൃതിയുടെ സ്വാഭാവിക ക്രമത്തെ നമ്മൾ തകിടം മറിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്തെല്ലാം ഒരു അൺലേണിംഗ് ഉണ്ട്. നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ അൺലേൺ ചെയ്യുന്നുണ്ട്. ഈ ആധുനിക കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ പാരൻസിൻ്റെയോ നമ്മൾ കണ്ടു വളർന്ന മുതിർന്നവരുടെയോ തെറ്റിദ്ധാരണകളെ കൂടി നമ്മൾ അൺലേൺ ചെയ്യേണ്ടി വരും. അതൊരു ഡെലിബറേറ്റ് പ്രോസസ്സാണ്. അത് അവരെ കുറ്റപ്പെടുത്തുകയല്ല, നമുക്കും തെറ്റിദ്ധാരണകളുണ്ടാവും. അത് നമ്മൾ അടുത്ത തലമുറയിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കും. അപ്പോൾ അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. നമ്മളെ കണ്ണടച്ച് വിശ്വസിക്കാതെ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങളെ പഠിച്ച് നമ്മൾ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ അത് അവർ തിരുത്തണം. നമ്മളതിൽ ഒഫൻഡഡ് ആകാതിരിക്കുകയും വേണം. ഈ ഒഫൻഡഡ് ആവുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഈ പല പല വിശ്വാസങ്ങൾ ആളുകൾക്ക് സ്പെസിഫിക് ആയിട്ടൊരു വിശ്വാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിനെ ചോദ്യം ചെയ്യുന്ന എല്ലാ അയ്യോ ഇതിന് ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അത് അൺകംഫർട്ടബിൾ ആവാറുണ്ട്. എന്ന് വെച്ചാൽ അതിനെ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ അതിനെ പറ്റിയിട്ട് ഒഫൻഡഡ് ആവാതിരിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ആർട്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലവട്ടം. അപ്പം അതിൻ്റെ ഒരു സൈക്കോളജി എന്താ? പെട്ടെന്ന് ഇങ്ങനെ ഒരു നമ്മളുടെ ഒരു വിശ്വാസത്തിൽ ആരെങ്കിലും ഇത് ഇങ്ങനെ ഒരു സാധ്യത ഇതിനുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതിൽ ഒഫൻഡഡ് ആകുന്നതിന് പല കാരണങ്ങളുണ്ടാകാം. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അത് പ്രവർത്തിക്കുന്നത്. അത് നമുക്ക് വ്യക്തിക്ക് അനുസരിച്ച് മാറും. അതുകൊണ്ട് നമുക്ക് ജനറലായിട്ടൊന്നും പറയാൻ കഴിയില്ല. പലപ്പോഴും ആളുകൾ അവരുടെ ഐഡൻറ്റിറ്റിയെ അവരുടെ വിശ്വാസങ്ങളുമായിട്ട് ചേർത്താണ് കാണുന്നത്. ഒരു പരിധിവരെ അത് ശരിയാണ്. ഞാൻ ആരാണെന്നുള്ള ചോദ്യത്തിന് എൻ്റെ ഉത്തരം എൻ്റെ അറിവും കൂടെ ചേർന്നതാണ്. എൻ്റെ അറിവ് എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ, എല്ലാവരുടെയും അറിവ് ശരിയാണെന്നാണ് അവരവർ കരുതുന്നത്. അപ്പോൾ ഭൂരിഭാഗം പേരും അവരുടെ വിശ്വാസമെന്ന് പറയുന്നത് അവരുടെ അറിവായിട്ടാണ് അവരതിനെ ട്രീറ്റ് ചെയ്യുന്നത്. അത് പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ റാഷണാലിറ്റിയുടെ ടൂൾ വെച്ച് നോക്കുമ്പോൾ അതിനകത്ത് നമുക്ക് വേർതിരിക്കാൻ പറ്റും. ഇത് ശരിക്കും നിങ്ങളുടെ വിശ്വാസം മാത്രമാണോ അതോ അത് ശരി അറിവാകണമെന്നുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ടുള്ളൊരു വ്യക്തമായ ന്യായീകരണം നിങ്ങളുടെ മനസ്സിലുണ്ടാകും, ജസ്റ്റിഫിക്കേഷൻ വേണം. എന്നിട്ട് നിങ്ങളത് വിശ്വസിച്ചാൽ മാത്രമേ നിങ്ങളുടെ അറിവായിട്ട് മാറൂ. അപ്പോൾ പറഞ്ഞു തരുന്ന അറിവ് എന്ന് പറയുമ്പോഴും നമ്മൾ വിശ്വസിക്കണം ആ കാര്യത്തിൽ, എന്നാലേ നമ്മുടെ അറിവാവുള്ളൂ. അപ്പോൾ നമ്മളുടെ ഐഡൻറ്റിറ്റി നമ്മൾ വിചാരിക്കുന്ന നമ്മൾ ശരിയെന്ന് കരുതുന്ന കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ അത് തെറ്റാണെന്ന് ഒരാൾ പറയുമ്പോൾ നമ്മളുടെ ഐഡൻറ്റിറ്റി ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതൊരു ഈഗോ ഇഷ്യൂ ഉണ്ടാകും. അങ്ങനെയാണ് ആളുകൾ മിക്കപ്പോഴും ഒഫൻഡഡ് ആകും. മറിച്ച് ഞാൻ എല്ലായ്പ്പോഴും അങ്ങനെ അല്ലാത്ത പറയാനുള്ള കാരണം, ഉദാഹരണത്തിന് ഒരു അന്ധവിശ്വാസം വിൽക്കുന്ന ഒരാളുണ്ടെന്ന് വിചാരിച്ചോളൂ. അയാൾക്കറിയാം അന്ധവിശ്വാസമാണ്, പക്ഷെ അയാളത് വിറ്റാ ജീവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ അന്ധവിശ്വാസം നിങ്ങൾ എതിർത്താൽ അയാളുടെ ഈഗോ ഒന്നും ഹർട്ടാകുന്നില്ല, പക്ഷെ അയാളുടെ കച്ചവടം മുടങ്ങും. അപ്പോൾ അയാൾക്ക് ഒഫൻഡഡ് ആവാൻ വേറൊരു കാരണമുണ്ട്, അത് അയാളുടെ വരുമാന മാർഗമായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒഫൻഡഡ് ആകുന്ന എല്ലാവരെയും നയിക്കുന്നത് ഒരേ തരം ചിന്തകളായിക്കോളണം എന്നില്ല. പിന്നെ ഭൂരിഭാഗം പേരും ഈ നാച്ചുറലി ഒഫൻഡഡ് ആകുന്നത് അവരുടെ ഐഡൻറ്റിറ്റി അവർ അതുമായിട്ട് ചേർത്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. അതിനകത്ത് വിശ്വാസം
വികാരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന ഒന്നാണ്. വികാരം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം അത് ഹർട്ടാവും.